ഇന്നലെ രാത്രി മുതൽ കുഞ്ഞിന് നല്ല ലൂസ് മോഷൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് 4:30 ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോകാനായിട്ട് റെഡിയായി നിന്നപ്പോഴേക്ക് ഇവന് ഞാൻ ക്ലോത്തിൻ്റെ പാമ്പേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നപ്പോഴേക്ക് ഞാൻ അമ്മച്ചീനെ അത് പൊട്ടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ എന്താ ശരിക്കും അവന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ ബോൺസിൻ്റെ അമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടുകാർ അറിയാം ആയുർവേദം കഴിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക കാര്യം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പിള്ളേർക്ക് വരും. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഡോക്ടർ ഓൾറെഡി കഴിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും എന്നെക്കൊണ്ട് ഇവർ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവന് ഇങ്ങനെ വയറ്റ് നോവായിട്ട് വന്നത്, ഇങ്ങനെ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപാടെ ഡോക്ടർ എന്നോട് അതാണ് ആദ്യമേ ചോദിച്ചത്, ഇങ്ങനെ അരിഷ്ടവും ലേഹ്യമൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൊച്ചിനാണെങ്കിൽ തീരെ വയ്യായിരുന്നു, ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നു. നമുക്കാണെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ ഡോക്ടറിനോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അങ്ങനെ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ തന്നെ കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും കുരുപ്പുകളെല്ലാം അവിടെ തന്നെ ഉണ്ടാകുന്നു കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ വയ്യാത്ത കൊണ്ടിട്ട് അവർ കളിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം കൊച്ചിൻ്റെ ചുറ്റന്മാരുടെ അടുത്തൊക്കെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പിന്നെ ഇടയാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മാമനെ എടുത്തുകൊണ്ട് പോയി. ഇവനാകുമ്പോൾ കൊണ്ടിങ്ങനെ നടന്നോളും. കുഞ്ഞിനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്, ഇവനിങ്ങനെ കൊണ്ട് കിടക്കുന്നത്, ഓരോ കോപ്രായൊക്കെ കാണിക്കണത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മാത്രമായി പിന്നെ വീട്ടിൽ. അപ്പോൾ നേരെ ടിവിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബെഡ് ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ കളിപ്പിച്ച് ലാസ്റ്റ് അവൻ കിടന്നുറങ്ങി കേട്ടോ. ബാക്കി എല്ലാവരും സിനിമയും ടി വിയൊക്കെ കണ്ട് ഇങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.